ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് പഠിച്ചത് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് ഈസ് സെൻഡർ, വാട്ട് ഈസ് റിസീവർ, വാട്ട് ഈസ് മീഡിയം, ഇതൊക്കെ നോക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടാളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരാളുടെ ഐഡിയ മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയണം, ആ ഐഡിയ പറയുന്നയാളാണ് സെൻഡർ, ഐഡിയ എന്താണെന്ന് ഗ്രഹിക്കുന്ന ആളാണ് റിസീവർ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ് നോക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനുള്ളത് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷനാണ്. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ബാരിയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ബാരിയേഴ്സ് എന്ന് വെച്ചാൽ തടസ്സം എന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരു കൊച്ചു കയറി വന്നിട്ട് ബഹളം ഉണ്ടാക്കുകയോ, അല്ലെങ്കിൽ രണ്ട് കൂട്ടുകാർ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വേറൊരാൾ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അപ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് ആണ് ബാരിയർ എന്ന് പറയുന്നത്. അത് പലതരത്തിലാവും. അങ്ങനെ 5 തരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട്. അത് 5 തരത്തിലുള്ള ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം അത് ഫിസിക്കൽ ബാരിയർ ആവാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ബാരിയർ. ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പറയാം. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ, ഇപ്പം നിങ്ങളുടെ ക്ലാസ്, ഇപ്പം ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ്, ഇവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താ? ഒരു ഭിത്തിയാണ്. അപ്പോൾ ഭിത്തിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നാണ് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ്. അപ്പം നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലാസ്സുകൾ തമ്മിൽ. ഫസ്റ്റ് ഇയേഴ്സിന് സെക്കൻഡ് ഇയേഴ്സിനോട് പോയി മിണ്ടാൻ പറ്റത്തില്ല, കാരണം ആ ഇടയ്ക്കുള്ള ഒരു ഭിത്തി. അപ്പോൾ ആ ഒരു ഭിത്തി എന്ന് പറയുന്നത്, ആ ഒരു വാളാണ് ബാരിയർ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തടസ്സം, അത് അങ്ങനെ കമ്മ്യൂണിക്കേഷനിൽ ലോസ്റ്റായി പോകുന്ന ആ ഒരു തടസ്സത്തെയാണ് ബാരിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾ ക്ലാസ് എടുക്കുക, അപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആരാ? സെൻഡറാണ്. നിങ്ങളെന്ന് പറയുന്നത് റിസീവറാണ്, നിങ്ങൾ ഓരോരുത്തരും. അപ്പം നമുക്കിടയിലുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. ക്ലാസ് റൂമിലാണെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുമ്പം അതിൻ്റെ ഇടയ്ക്ക് ബാരിയേഴ്സ് ആയിട്ട് കുറേ കാരണങ്ങളുണ്ടാവും. അപ്പോൾ ആരെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരുത്തം കയറി അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സിൽ സംസാരിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലോസ്റ്റ് ആയിട്ട് ടീച്ചേഴ്സ് ബഹളം വെക്കാൻ തുടങ്ങും. അതൊക്കെ ഒരു ബാരിയേഴ്സാണ്. അതുപോലെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം മഴ പെയ്യുകയാണെങ്കിൽ പുറത്തുനിന്നുള്ള സൗണ്ട് കയറി വരികയാണെങ്കിൽ, ഇതെല്ലാം ഓരോ ബാരിയേഴ്സാണ്. അപ്പം നിങ്ങൾ ആ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ആ ഒരു പാരഗ്രാഫ്, കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ടു വിച്ച്, സിമ്പിളായിട്ട് പറയുക. ഇൻ സച്ച് എ കേസ് ദ മെസ്സേജ് ഷുഡ് reach the receiver with little change. Communication becomes successful only if the receiver understands what the sender is trying to convey. But കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 100% സക്സസ്ഫുൾ ആവണമെങ്കിൽ റിസീവർക്ക് മനസ്സിലാവണം എന്താണ് സെൻഡർ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. ഇഫ് യുവർ മെസ്സേജ് ഇസ് നോട്ട് ക്ലിയർലി ഇൻ്റർപ്രറ്റഡ് ഓർ ദ റിസീവർ ഡസ് നോട്ട് ഗീവ് ദ ഡിസൈർഡ് ഫീഡ്ബാക്ക്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചായിരുന്നു. അപ്പോൾ ആ ഫീഡ്ബാക്ക് റിസീവറിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ എന്താ? കമ്മ്യൂണിക്കേഷൻ utterly വേസ്റ്റ് ആവും. ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മേ ബി ബ്ലോക്ക്ഡ് ഡ്യൂ ടു മെനി റീസൺസ്. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ബാരിയേഴ്സ് കമ്മ്യൂണിക്കേഷൻ ഇടയിൽ ഉണ്ടാവാറുണ്ട്. മെനി സോഷ്യൽ സൈക്കോളജിസ്റ്റ് ബിലീവ് ദാറ്റ് ദർ ഈസ് ദ ഫോളോയിങ് ആർ സം ഓഫ് ദി മേജർ ബാരിയേഴ്സ്. അപ്പോൾ ആ 5 ബാരിയേഴ്സ് നമുക്ക് നോക്കാം. ഫിസിക്കൽ ബാരിയേഴ്സ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്, പെർസെപ്ച്വൽ ബാരിയേഴ്സ്, കൾച്ചറൽ ബാരിയേഴ്സ്. അപ്പോൾ ഫിസിക്കൽ ബാരിയേഴ്സ് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി മേജർ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഈസ് ദി ഫിസിക്കൽ ബാരിയർ. ഫിസിക്കൽ ബാരിയേഴ്സ് ഇൻക്ലൂഡ് ലാർജ് വർക്കിംഗ് ഏരിയസ് ദാറ്റ് ആർ ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം വൺ അനദർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ 2 ക്ലാസ്സിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു വാൾ, ഒരു ഭിത്തി ഉള്ളതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് സംസാരിക്കാനോ ഒന്നും സാധിക്കത്തില്ല. അപ്പോൾ ആ ഒരു ഭിത്തിയാണ് ദ വാൾ ഒബ്സ്ട്രക്ഷൻസ്, ഫിസിക്കൽ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ഡിസ്ട്രാക്റ്റിംഗ് ബോഡി മൂവ്മെൻറ്റ്സ്. അപ്പം നിങ്ങൾ എത്ര ദൂരമാണോ അകൽച്ച ഉണ്ടാകുന്നത്, അത്രയും ദൂരം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ലോസ് ആവുകയാണ്. അപ്പം നമുക്ക് ഫോൺ വിളിക്കുകയാണെങ്കിൽ ഫോൺ ഒരു മീഡിയമാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പം അകലെ നിൽക്കുന്ന ഒരാളെ നമ്മൾ ഫോൺ വിളിക്കത്തില്ല. അപ്പോൾ അവർ തമ്മിൽ അത്രയും ഡിസ്റ്റൻസ് അകൽച്ച ഉണ്ടെങ്കിലും അവരെ കണക്ട് ചെയ്യുന്നത് ഫോൺ എന്ന് പറയുന്ന ഒരു മീഡിയമാണ്. അപ്പം അതൊരു ഫോൺ ഇല്ലായിരുന്നെങ്കിൽ അതൊരു ഫിസിക്കൽ ബാരിയറാണ്, അല്ലേ?
അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇതിനൊരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ ഒന്നാണ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ അത് വന്ന് ആ സൗണ്ട് വന്ന് പഠിപ്പിക്കാൻ പറ്റാതെ വരുന്നത് അതൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, അല്ലെങ്കിൽ വണ്ടിയുടെ ഒച്ച. ഇപ്പോൾ സ്കൂളുകളിലും സ്കൂളിൻ്റെ പരിസരത്തൊന്നും ഹോൺ യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഹോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ അത് എല്ലാം ഈ ഒരു കാരണത്താലാണ്. അപ്പോൾ ആ ഒരു കോളം നിങ്ങൾ നോക്കുക. യുവർ കൊളീഗ് ഹു സിറ്റ്സ് നെക്സ്റ്റ് ടു യു ഈസ് എൻഗേജ്ഡ് ഇൻ എ ലൗഡ് പേഴ്സണൽ കോൺവെർസേഷൻ ആൻഡ് യു ക്യാൻ ഹിയർ എവറിത്തിങ് ഷീ സേ. അപ്പോൾ അതൊരു ഗുഡ് കോൺവെർസേഷനാണ് അല്ലേ? എന്ന് വെച്ചാൽ രണ്ടുപേര്, ഒരു കൊളീഗ്, നമ്മുടെ ഒരു സഹപ്രവർത്തക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അവൾ പറയുന്നത് നല്ല സൗണ്ടിലുമാണ് ആൻഡ് ഹാഡ് എ പേഴ്സണൽ കോൺവെർസേഷൻ. അപ്പം നല്ല ഒരു ഗുഡ് കോൺവെർസേഷനിൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റാണ് അടുത്തത് വരുന്നത്. യുവർ കൊളീഗ് ഹാസ് എ നെർവസ് ടിക്ക് ആൻഡ് ദ മോർ എക്സൈറ്റഡ് ഹീ ഈസ് ദ മോർ പ്രൊനൗൺസ്ഡ് ദ ടിക്ക് കംസ്. അപ്പം ടിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ ഇക്കിളെന്ന് പറയില്ലേ, വെള്ളം കുടിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ. അപ്പോൾ അതൊക്കെ ഒരു ഫിസിക്കലാണ്, കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളാണ്. അപ്പം അതെല്ലാം ഒരു ഫിസിക്കൽ ബാരിയറാണ്. അപ്പം നമ്മുടെ കോൺവെർസേഷൻ ശരിയായിട്ട് നടക്കാൻ പറ്റാതെ വരും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. അപ്പോൾ അതൊരു ബാഡ് കോൺവെർസേഷനാണ്. മറ്റേതൊരു ഗുഡ് കോൺവെർസേഷൻ എൻഡ് ചെയ്യും. ഇതൊരു ബാരിയറാണ്. ടിക്ക് എന്ന് പറയുന്ന ഒരു ബാരിയറായിട്ട് വരിക, ഫിസിക്കൽ ബാരിയർ. ഡു ദീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഫിസിക്കൽ ബാരിയേഴ്സ്? ഹൗ ഡു യു തിങ്ക് ദേ ക്യാൻ ബി ഓവർകം? അപ്പം ഇതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഓവർകം ചെയ്യാന്ന് വെച്ചാൽ അത് പരിഹരിക്കുന്നതിലൂടെ നമുക്ക് ഓവർകം ചെയ്യാം. അല്ലെങ്കിൽ ഒരു മീഡിയം യൂസ് ചെയ്താൽ മതി. അപ്പം രണ്ടുപേരും അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ, പ്രതിപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ, നമ്മളിപ്പം കോവിഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ക്ലാസ് ഒന്നും അത്ര പോസിബിൾ അല്ലല്ലോ. അപ്പം നമ്മൾ ഓൺലൈൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫിസിക്കൽ ബാരിയർ നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫിസിക്കൽ ബാരിയറാണ്. കാരണം ക്ലാസ് റൂമിൽ സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻട്രാക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ബാരിയർ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മളത് മൊബൈൽ ഫോൺ വഴി അത് ഓവർകം ചെയ്യും. അപ്പം അടുത്ത ബാരിയർ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ബാരിയർ. അപ്പം നമ്മൾ ഫിസിക്കൽ ബാരിയറിൽ നിന്ന്, ശാരീരികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ബാരിയറിൽ നിന്ന് നേരെ പോകുന്ന മൈൻഡിലേക്ക്, സൈക്കോളജി. യുവർ ഇമോഷൻസ് കുഡ് ബി എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. അപ്പം സൈക്കോളജിക്കൽ ബാരിയറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഇമോഷനാണ്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ വികാരം അല്ലെങ്കിൽ മനസ്സെന്ന് പറയും. അപ്പം അവർ മൈൻഡ് ഈസ് ലൈക്ക് എ മെസ് എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സ് എപ്പോഴും സങ്കീർണമായിരിക്കും, ഒരിക്കലും അതൊരു എംപ്റ്റി ആയിരിക്കത്തില്ല. കൂടുതൽ നമ്മളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും അല്ലേ? അതിനൊരു ഉദാഹരണമാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ഇഫ് യു ആർ ടു മച്ച് ഇമോഷണലി കീഡ് അപ്പ് യു വിൽ ഹാവ് ട്രബിൾ ലിസണിങ് ടു അതേഴ്സ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ദ മെസ്സേജ് കൺവേഡ് ടു യു. അപ്പം നിങ്ങൾ കൂടുതലായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ മെസ്സേജ് കൺവേ ചെയ്യാൻ സാധിക്കത്തില്ല. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം നമ്മുടെ ക്ലാസ്സിൽ, ഇപ്പം ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഓരോ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരുമിച്ച് അങ്ങനെ ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും. അതൊരു തെറ്റായിട്ട് എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. കാരണം ഓരോ ഇൻട്രസ്റ്റ് ഉള്ളവർ എപ്പോഴും ഒന്നിച്ച് നിൽക്കത്തുള്ളൂ. അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഭാവിയിലാണെങ്കിലും, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെ വരത്തുള്ളൂ. കാരണം എപ്പോഴും ഒരു ഗ്യാങ് ഉണ്ടാവും ഒരു ക്ലാസ്സിൽ, ഒരു കോളേജിൽ. അതുതന്നെയാണ് നമ്മുടെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് തന്നെ. അപ്പം അവരൊരിക്കലും മറ്റൊരു ഗ്യാങ്ങിനെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവരല്ലായിരിക്കും. നമുക്ക് ഇത് പറയുമ്പോൾ ചിലപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ ചാൻസ്. മറ്റൊരു ഗ്യാങ്ങിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. അപ്പം അവർ പറയുന്നത് കേൾക്കാൻ പോലും താല്പര്യപ്പെടാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെ മനപ്പൊരുത്തമില്ലാത്തവർ എന്ത് പറഞ്ഞാലും അതൊരു സൈക്കോളജിക്കൽ ബാരിയറിലാണ് വരുന്നത്. ആ ഒരു സെൻറ്റൻസ് നോക്കുക. ഇമോഷണൽ പ്രീ ഒക്യുപ്പേഷൻ ക്യാൻ ബി ഡ്യൂ ടു വേരിയസ് റീസൺസ്: hostility, anger, inhibitions, ego hang-ups, personal prejudices, tiredness, preconceived notions. Preconceived notions എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് നേരത്തെ കരുതി വെക്കുക. ഹോസ്റ്റിലിറ്റി എന്ന് വെച്ചാൽ ശത്രുത എന്നാട്ടോ. പിന്നെ ഈഗോ ഹാങ്സ്, പേഴ്സണൽ പ്രിജുഡിസ് എന്ന് പറഞ്ഞാൽ മുൻവിധി, ഒരാളെക്കുറിച്ചുള്ള മുൻവിധി. പിന്നെ ടയേർഡ്നെസ്, മടുപ്പ്, സ്ട്രെസ്സ് അറിയാമല്ലോ, ടെൻഷൻ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടുക, അതൊന്നും ഒരിക്കലും ഫിസിക്കൽ ബാരിയറല്ല, അത് നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചുള്ളൊരു കാര്യം. അപ്പം അത് ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അത് കോൺഫിഡൻസ് ഇല്ലായ്മ വരുവാണെങ്കിൽ നമുക്കൊരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ ഇൻട്രോവേർഷൻ, ഉൾവലിയുക, ഞാൻ തന്നെ മാറി നിൽക്കുക, അവനെന്തെങ്കിലും ആയിക്കോട്ടെ,
എന്നൊക്കെ കരുതില്ല. അപ്പം അതൊക്കെ ഓരോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ഫിസിക്കൽ ബാരിയറും സൈക്കോളജിക്കൽ ബാരിയറും നിങ്ങൾ രണ്ട് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാവും. ഹാവ് യു എവർ ഷൗട്ടഡ് അറ്റ് സംവൺ ആൻഡ് സെഡ് തിങ്സ് യു നെവർ മെന്റ് ടു സേ? അപ്പം നിങ്ങൾ ഏതെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരോടെങ്കിലും രണ്ടെണ്ണം പറഞ്ഞിട്ട് അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ആസ് എ റിസൾട്ട് ഹേർട്ടിങ് ദ അതർ പേഴ്സൺ. അപ്പം അവനത് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവനെ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ അത് പറയണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഹൗ ഡു യു തിങ്ക് ദ സിറ്റുവേഷൻ കുഡ് ഹാവ് ബീൻ ബെറ്റർ ഹാൻഡിൽ? അപ്പം അതെങ്ങനെ ഒന്ന് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യായിരുന്നു, അവനോട് അങ്ങനെ സംസാരിക്കണ്ടായിരുന്നു, അവനെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കണ്ടായിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതൊക്കെ ഓരോ അകൽച്ചയിലേക്ക് വഴിവെക്കും. ഇപ്പം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭാര്യ ഭർത്താവ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഫ്രണ്ട്സ് തമ്മിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ഫ്രണ്ട്സ് ആയിരിക്കത്തില്ല ഒരിക്കലും നമ്മൾ ഇറങ്ങുമ്പോൾ, അല്ലേ? ഇപ്പം ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിൽ ഏറ്റവും കുറ്റം പറഞ്ഞ ആളായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. അപ്പം അതിൻ്റെ ഇടയിൽ ഒത്തിരി സൈക്കോളജിക്കൽ ബാരിയർ സംഭവിച്ചിട്ടുണ്ടാവും. ഇമോഷണൽ ആയിട്ടാണെങ്കിൽ ഇങ്ങനെ ഓരോ കമ്മ്യൂണിക്കേഷൻ ലോസ് ആയിട്ടുണ്ടാവും. അതിനൊക്കെ ഓരോ മനപ്പൊരുത്തമാണ്. എന്ന് വെച്ചാൽ ഇമോഷൻസ് ആർ കണക്റ്റഡ് ടു ഇറ്റ്. അതുപോലെ തന്നെ മനസ്സ്. അപ്പം ഇത് പഠിക്കാൻ എളുപ്പമില്ലേ? അപ്പം ഇങ്ങനെ ചുമ്മാ കേട്ടിരുന്ന് പോകാവുന്ന ഒരു ടെക്സ്റ്റാണിത്. പക്ഷെ പഠിക്കേണ്ട ഇത് ശരിക്കും നോക്കിയില്ല, മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾ പിന്നെ ഇതിനു വേണ്ടി കഷ്ടപ്പെടാൻ പോകുന്നതും വേണ്ട. മനസ്സിലാക്കി വെച്ചാൽ ഏറ്റവും നല്ല സിമ്പിളായിട്ട് എഴുതാവുന്ന ഒരു ചാപ്റ്റർ. ഇത്രയും നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവത്തില്ല. കാരണം അത്രയും സിമ്പിളാണ് കാര്യം. അടുത്തത് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്ന വാക്കിനർത്ഥം തന്നെ ലാംഗ്വേജ് എന്നാണ്. ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സിമ്പിൾസ് വെച്ചാൽ ലാംഗ്വേജ് കൺസിസ്റ്റ് ഓഫ് സിമ്പിൾസ് എന്ന് പറയാം. വേർഡ്സ് സിമ്പിൾസ് അല്ലേ, ഓരോ അക്ഷരങ്ങളാണ്. ആ ഒരു ലിംഗ്വിസ്റ്റിക്സിലുണ്ടാകുന്ന ബാരിയർ, തടസ്സങ്ങൾ, ഭാഷയിലുണ്ടാകുന്ന തടസ്സങ്ങളാണ്. ദ ലാക്ക് ഓഫ് കേപ്പബിലിറ്റി ഓർ ഫെയിലിയർ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ എ ലാംഗ്വേജ് that is known to both the sender and the receiver is the most crucial barrier to effective communication. അപ്പം ഏറ്റവും തടസ്സം നേരിടുന്ന ഒരു ബാരിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് തടസ്സം ഉണ്ടാകുന്ന ബാരിയർ എന്ന് പറയുന്നത് ഫെയിലിയർ ടു കമ്മ്യൂണിക്കേറ്റ് എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന ഫെയിലിയറാണ്. അത് ഭാഷയിൽ എന്ന് വെച്ചാൽ സംസാരിക്കുമ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത്ര അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പോൾ റോങ് ഓർ ഔട്ട് ഓഫ് പ്ലേസ് വേർഡ്സ്. ഇപ്പം ചിലവർ ഇപ്പോൾ റോങ് ഓർ ഔട്ട് ഓഫ് പ്ലേസ് വേർഡ്സ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശശി തരൂരിൻ്റെയൊക്കെ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ പുള്ളി എഴുതി വിടുന്ന കണ്ട സാധാരണ ആൾക്കാർക്കൊന്നും മനസ്സിലാവത്തില്ല. കാരണം പുള്ളി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജാണ്. ഈവൻ ഓക്സ്ഫോർഡ് ഡിക്ഷണറി വരെ സമ്മതിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒരിക്കലും നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ റോങ് ഓർ ഔട്ട് ഓഫ് പ്ലേസ് വേർഡ്സ്. ഇപ്പം ചില കാര്യങ്ങൾ ചിലവർ വളച്ചൊടിച്ച് പറയും. എന്നുവെച്ചാൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് അത് ഇങ്ങനെ പറഞ്ഞാൽ മതി, പക്ഷെ അവരിങ്ങനെ വളഞ്ഞു കൊണ്ടുവന്നിട്ട് വേണം മുക്കെ പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം അപ്പോൾ അത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാതെ ഇച്ചിരി കൂടെ കോംപ്ലക്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതൊരു ഉദാഹരണം. അതുപോലെ മിസ്പ്രൊനൗൺസ്ഡ് വേർഡ്സ് എന്ന് വെച്ചാൽ ഒരു വാക്ക് മിസ്പ്രൊനൗൺസ് ചെയ്യുക, പ്രൊനൗൺസിയേഷൻ തെറ്റായിട്ട് സംസാരിക്കുക. ഇൻകറക്റ്റ് ഗ്രാമർ എന്നുള്ള ഗ്രാമറിലുണ്ടാകുന്ന തെറ്റുകൾ. ആൻഡ് സിൻടാക്സ് ആസ് വെൽ ആസ് ഡിഫറെൻറ്റ് ഇൻ ആക്സെൻറ്റ്. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഡർ, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓർഡർ ഉണ്ടാവും എല്ലാ ലാംഗ്വേജിലും. അപ്പോൾ ആ ഒരു സിൻടാക്സ് മാറി സംസാരിക്കുക. ആസ് വെൽ ആസ് ഡിഫറെൻറ്റ് ഇൻ ആക്സെൻറ്റ് എന്ന് വെച്ചാൽ ആക്സെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് സംസാരിക്കും. ചിലപ്പോൾ മലയാളീസ് ഇപ്പം വിദേശികളായിട്ടുള്ളവർ നമസ്കാരം എന്നൊക്കെ പറയുന്നത് പ്രോപ്പർ നമ്മൾ പറയുന്ന പോലെ കൃത്യമായിട്ടല്ല പറയും, നമസ്കാരം എന്നൊക്കെയല്ല പറയും. അപ്പം ആ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ആക്സെൻറ്റ്, ഓരോ ലാംഗ്വേജിനും ഓരോ ആക്സെൻ്റ് ഉണ്ട്. അപ്പോൾ ആക്സെൻറ്റ് തെറ്റുന്ന ആ ഒരു അവസ്ഥയും അതുപോലെ ലാക്ക് ഓഫ് ക്ലാരിറ്റി നഷ്ടപ്പെടുക കുഡ് ലീഡ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ വൈൽ കോൺവേഴ്സിങ് ഓർ റൈറ്റിംഗ്. അപ്പോൾ ആ ഒരു സംസാരത്തിന് അത് തടസ്സം ഉണ്ടാക്കും, ലിംഗ്വിസ്റ്റിക് ബാരിയർ.
അപ്പം ലിംഗ്വിസ്റ്റിക് ബാരിയർ എന്ന് വെച്ചാൽ ഇത്ര ഓർത്താൽ മതി, അത് ലാംഗ്വേജിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ പെർസെപ്ച്വൽ ബാരിയേഴ്സ്. അടുത്തത് 4ാമത്തെ, ദ പ്രോബ്ലം ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതർ ഒക്വേഴ്സ് ബിക്കോസ് ഓൾ ഓഫ് us പെർസീവ് തിങ്സ് ഡിഫറെൻ്റ്ലി. അപ്പോൾ ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ബാരിയറാണ്. അപ്പോൾ പെർസെപ്ച്വൽ ബാരിയേഴ്സ് എന്ന് പറയുന്നതിന് മുമ്പ് പെർസെപ്ഷൻ എന്താണെന്ന് അറിയാം. പെർസെപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരാളെ നമ്മൾ 5 പേര് നോക്കിക്കാണുന്നത് 5 വിധത്തിലായിരിക്കും. ഒരാൾക്ക് അവനൊരു കൂട്ടുകാരനായിരിക്കും, ഒരാൾക്ക് അവനൊരു ശത്രുവായിരിക്കും, ഒരാൾക്ക് അതായിരിക്കും. അങ്ങനെ ഒരു 5 പേര് ഡിഫറെൻ്റ് ആയിരിക്കും ഒരാളെന്ന് പറയാം. അപ്പോൾ ഒരാളുടെ പെർസെപ്ഷൻ, ദ വേ യു സീ തിങ്സ് ഡിഫറെൻ്റ്ലി. ദിസ് ഈസ് ബിക്കോസ് വി ആർ മെയ്ഡ് ആൻഡ് ട്യൂൺഡ് ഡിഫറെൻ്റ്ലി ടു അവർ വേരി സോഷ്യൽ, കൾച്ചർ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പം നമ്മൾ ആദ്യം പഠിച്ചൊരു കാര്യം ഓർമ്മ, ആദ്യത്തെ സെൻറ്റൻസ് തന്നെ ഈ ചാപ്റ്ററിന് തുടങ്ങുന്നത് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നാണ്. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഓരോരുത്തരും 45 പേരാണെങ്കിലും അവർ പല അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നതായിരിക്കും. ദേ ആർ സോഷ്യലി കണക്റ്റഡ് ടു ദെയർ സൊസൈറ്റി അല്ലേ. അപ്പം ഓരോരുത്തരും അവരുടെ പല സൊസൈറ്റിയിൽ നിന്നാണ്. നമ്മൾ പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ വീടുകളിൽ സെയിം കൾച്ചർ ആയിരിക്കത്തില്ല. അപ്പോൾ എല്ലാവരും പല ചിന്താഗതിക്കാരാണ്, എന്നുവെച്ചാൽ പെർസെപ്ഷൻ ഉള്ളവരാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്കുകയോ അപ്പം എന്തെങ്കിലും ഒരു സിനിമ കാണുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വളർന്നു വന്ന ആ സാഹചര്യത്തിൽ നമ്മുടെ വീട്ടുകാരെന്താണോ നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ ചെറുപ്പത്തിൽ ആരെ ആരാധിക്കണം, ഇതാണ് ദൈവം എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു തന്നത് നമ്മുടെ ഒരു സൊസൈറ്റിയാണ്. അപ്പം നമ്മുടെ പെർസെപ്ഷൻ അതുമായിട്ട്, നമ്മുടെ ചിന്താഗതി അതുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിരിക്കും. അപ്പം നമുക്കുണ്ടാവുന്ന ആ ഒരു ബാരിയർ എന്ന് പറയുന്നത് എന്താ, നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കും. അപ്പം നമ്മൾ ഒരിക്കലും ഇപ്പം നമ്മുടെ മതമോ അതോ പാർട്ടിയോ ഒരിക്കലും മോശമാകാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ല. അപ്പം നമ്മൾ അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ എന്തെങ്കിലും ഒരു മോശം വരുവാണെങ്കിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ അതിൻ്റെ ആ തെറ്റ് നമ്മൾ മറച്ച് പിടിക്കുവാൻ ശ്രമിക്കും, ഏത് കാര്യമാണെങ്കിലും. അപ്പം ആ മറച്ചു പിടിക്കുന്നതിലൂടെ നമുക്കൊരിക്കലും ജസ്റ്റിഫൈഡ് ആയിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. അതൊരു ബാരിയറാണ്. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ, ഒരു ജേർണലിസ്റ്റ്, ഒരു ന്യൂസ് റീഡർ, അപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ന്യൂസ് റീഡർ ഇങ്ങനെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, എപ്പോഴും ചർച്ചയാണ്. അപ്പം ഇവരൊരിക്കലും ഒരു പാർട്ടിയോടോ ഒരു അഫിനിറ്റി കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ന്യൂസ് പേപ്പറാണെങ്കിൽ മനോരമ, മാതൃഭൂമി, അത് തുടങ്ങിയ ന്യൂസ് പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊരിക്കലും ഒരു സൈഡ് ചേർന്ന് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. എന്താണോ ന്യൂസ് അത് അങ്ങ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. അപ്പം ഓരോ പെർസെപ്ഷനിൽ നിന്ന് നോക്കി കാണാൻ പാടില്ല. അപ്പം അതിനുണ്ടാകുന്ന തടസ്സങ്ങൾ അതാണ്. ഇപ്പോൾ ഒരു പാർട്ടിയോട് ഒരു പത്രം ഇച്ചിരി അഫിനിറ്റി കാണിക്കുകയെന്ന് വെച്ചു, അപ്പം നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലോസ് ആവുക. അത് വായിക്കുന്ന ആളുകൾ ഇതാണ് ശരിയെന്ന് ഓർത്ത് അതങ്ങ് ചിന്തിച്ച് അത് ആ രീതിയിൽ ചിന്തിക്കും. ശരിക്കും അതായിരിക്കത്തില്ല. അപ്പോൾ വി ഓൾ സീ ദ വേൾഡ് ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ്. അപ്പം നമ്മൾ ഒരു ലോകത്തെ നോക്കുന്നത് പല ആംഗിളിൽ നിന്നാണ്. ആൻഡ് വി ലാക്ക് ദ പെർസ്പെക്റ്റീവ് ടു സീ അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് നമ്മൾ കരുതുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ, ഒരു ചെറിയ കൊച്ചു ജനിക്കുമ്പോൾ അവൻ്റെ മൈൻഡ് അത്ര ക്ലിയർ ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്ലിയർ മൈൻഡിലേക്ക് നമ്മളിങ്ങനെ എഴുതി പിടിപ്പിക്കുന്നതാണ് ഓരോ കാര്യങ്ങൾ. ഇന്ന ഡ്രസ്സ് ധരിക്കണം, നീ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, നീ ഈ മതത്തിൽ വിശ്വസിക്കണം, ഇതാണ് നമ്മുടെ ദൈവം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അവൻ്റെ അപ്പനും അമ്മയും, അല്ലെങ്കിൽ അവരുടെ ഫാമിലി, അവരുടെ ചുറ്റുപാടുള്ള നാട്ടുകാരും. അങ്ങനെ ഒരു കൾച്ചറാണ്. അപ്പോൾ ആ ഒരു കൊച്ചിനുണ്ടാകുന്ന പെർസെപ്ഷൻ, അവൻ നോക്കിക്കാണുന്ന ലോകം എന്ന് പറയുന്നത്, അവൻ അത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ എന്താണോ അത് അവൻ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും, അല്ലേ? എന്നുവെച്ചാൽ നമ്മളത് ഒരിക്കലും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എപ്പോഴും ശരിയാണെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അതൊന്നും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരിക്കലും മറ്റുള്ളവൻ്റെ ചിന്ത എന്താണോ അത് നമ്മളൊരിക്കലും കൺസിഡർ ചെയ്തില്ല. അങ്ങനെയാണ് പെർസെപ്ച്വൽ ബാരിയർ ഉണ്ടാകുന്നത്.
അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നതാണ് ഈ സെൻസർഷിപ്പ് നെസസറി. അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഒരു ഡിബേറ്റിൽ അങ്ങനെ സെൻസർഷിപ്പ് ആവശ്യമുണ്ടോ സിനിമയിൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും സെൻസർഷിപ്പ് ആവശ്യമുണ്ടോ എന്നൊരു ഡിബേറ്റ് വെക്കുകയാണെങ്കിൽ അതിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പണ്ട് കിട്ടുന്ന ഇന്ന് ലഭിച്ച സ്വാതന്ത്ര്യം ഇന്ന് കൂടുതൽ ആണുങ്ങളെക്കാൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടെന്നുള്ളൊരു ചർച്ച വെക്കുക. അപ്പം അങ്ങനെ ഒരു ചർച്ചയിൽ ഒരു ലേഡീസിൽ തന്നെ അത് സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും, അല്ലെങ്കിൽ അത് നിഗ്ലക്റ്റ് ചെയ്യുന്നവരും ഉണ്ടാവും. അങ്ങനെ രണ്ട് ഘടകങ്ങൾ സംഭവിക്കുകയാണ്. അപ്പം ആ രണ്ട് ആൾക്കാർ അവിടെ വേർതിരിയുന്നതിന് കാരണം എന്ന് പറയുന്നത് ഒരാളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഒരു യുവതി പറയാണ്, ഇപ്പം സ്ത്രീകൾ നേരിടുന്നത് ഇപ്പോഴും സ്ത്രീകൾ പഴയതുപോലെയല്ല, അത് കേരളത്തിൽ പണ്ട് നിലനിന്ന സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ആ ഒരു അടിമത്വം ഇപ്പോഴും ആണുങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് പറയുമ്പോൾ ചിലർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ലായിരിക്കും, പക്ഷെ ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം അവൻ വളർന്നു വന്ന സാഹചര്യം അതായിരിക്കും. മനസ്സിലായോ? അപ്പം അവൻ്റെ പെർസെപ്ഷൻ, അവൻ ആ ഒരു ഡിബേറ്റിൽ ആ ഒരു കാര്യം ചിന്തിക്കുന്നത് അവൻ്റെ രീതിയിലായിരിക്കും. അപ്പം ഒരിക്കലും രണ്ട് ഭാഗം ചിന്തിക്കാൻ അവന് സാധിക്കത്തില്ല. അപ്പം അത് കമ്മ്യൂണിക്കേഷൻ തടസ്സം ഉണ്ടാവും. അപ്പം അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കൾച്ചറൽ ബാരിയേഴ്സ്. Intercultural communications has become more common in the present scenario than ever before. Differences in cultural values cause socio-cultural barriers. When we interact with a cross-cultural group and wish to associate with it, we need to adopt at least some behavioral patterns of the group. The group rewards by showing recognition and approval, and in turn may accept some of our customs. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ മലയാളീസ് അതിൽ എനിക്ക് തോന്നുന്നത് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മലയാളീസ് എവിടെ പോയാലും അവിടെ ഒരു മലയാളി സാമ്രാജ്യം ഉണ്ടാക്കുകയും ചെയ്യും. ഒരിക്കലും ബാക്കിയുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൻ ഇപ്പോൾ നമ്മൾ അറബ് കൺട്രീസിൽ എടുക്കുവാണെങ്കിലും മലയാളീസ് അവിടെ പോയിട്ട് മലയാളി കൾച്ചർ ഉണ്ടാക്കുകയും ചെയ്യും. അവന് ഒരിക്കലും ചിലപ്പോൾ ഇപ്പം വെസ്റ്റേണൈസ് ആണെങ്കിലും വിദേശികളാണെങ്കിലും നമ്മളത് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതല്ല. ആ ഇംഗ്ലീഷുകാർ വന്ന് ഇവിടെ വരുമ്പോൾ അവർ മലയാളം പഠിക്കും. കാരണം അവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക, അതാണ് ശരിക്കും വേണ്ടത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്നാ കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുകയോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചെല്ലുകയാണെങ്കിൽ അവരുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ ഇതെൻ്റെ കസ്റ്റമുമായിട്ട് എൻ്റെ കൾച്ചറുമായിട്ട് ചേർന്ന പരിപാടിയല്ല, അതുകൊണ്ട് ഞാൻ ഇതിന് നിൽക്കത്തില്ല എന്നും പറഞ്ഞ് നിന്നിട്ട് അത് ഒരു ബാരിയറാണ്. പക്ഷെ കൾച്ചർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ. അപ്പം ആ ഒരു കൾച്ചർ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങൾ. അപ്പം നിങ്ങളൊരു ഹിന്ദി ഫിലിം, ഹൈലി റെക്കമെൻഡഡ് മൂവിയാട്ടോ, ഹിന്ദി ഫിലിമുണ്ട്, ക്വീൻ എന്നും പറഞ്ഞു. ക്വീൻ എന്താ വെച്ചാൽ രാജ്ഞി, റാണി. അപ്പം നമ്മുടെ മലയാളം ക്വീനല്ല, അല്ലാതെ ഹിന്ദിയിലൊന്നുണ്ട്. അപ്പം ഇവള് പോയിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ റീമേക്കൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു മലയാളത്തിലേക്ക്. അപ്പം ഇവള് പോയിട്ട് ഇവൾക്ക് ഇവിടെ ഒരു ഇന്ത്യക്കാരനുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം അത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പാവം നാട്ടുമ്പുറത്തുകാരിയാണ്. പക്ഷെ അവള് വെളിയിൽ ചെന്നിട്ട് പാരീസിലേക്ക് പോവുകയാണ്. എന്താ സംഭവം ഞാൻ മറന്നുപോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവൾ ഒരിക്കലും അവളുടെ ഇന്ത്യൻ സിസ്റ്റമായിട്ട് മറ്റേ പാരീസ് സിസ്റ്റമായിട്ട് അവൾ ഒരിക്കലും ഇറ്റാലിയൻ സിസ്റ്റമായിട്ട് അവൾ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകത്തില്ല. ഇപ്പം ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ചെന്നിട്ടാണെങ്കിലും അവിടെ വെച്ചിരിക്കുന്ന മീൻകറിയൊക്കെ നോക്കുമ്പോൾ ഇറ്റാലിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പച്ചയ്ക്ക് മീനെ തിന്നുന്നവരാണ്, കണ്ണൊക്കെ അതുപോലെ തന്നെ. അപ്പം ഇവളവിടെ ചെന്നിട്ട് ഒമിറ്റ് ചെയ്യും, ഇത് കാണുമ്പോഴൊക്കെ ഒമിറ്റ് ചെയ്യും. ഇപ്പം ഇന്ത്യൻ സിസ്റ്റമായിട്ട് ചേരത്തില്ല. എന്നിട്ട് ഇവള് പോയിട്ട് ആ കിച്ചണിൽ പോയിട്ട് നമ്മുടെ ഇന്ത്യൻ രീതിയിൽ പോയി കറിയൊക്കെ വെക്കും, മസാലയൊക്കെ കൂട്ടിയിട്ട് എരിവൊക്കെ ഉള്ള സാധനമൊക്കെ വെച്ചിട്ട് ഒരു സായിപ്പിനൊക്കെ വിളമ്പി കൊടുക്കും. അപ്പോൾ പുള്ളിക്ക് ആദ്യം ഇഷ്ടപ്പെടാതെയൊക്കെ വരും. പിന്നെ ഈ ഒരു ഇന്ത്യൻ സിസ്റ്റം നല്ലതാണല്ലോ എന്നുള്ള രീതിയിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു കഥയാണ്. അപ്പം കൾച്ചറൽ ബാരിയർ കൊണ്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിൽ കൾച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ സെയിം കൾച്ചറിലുള്ളവർ ആണെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കും. പക്ഷെ ഒരു ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള ആൾ വന്ന് വേറൊരു കൾച്ചറിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് വേറൊരു ഗ്രൂപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അവർ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം.
ഒരിക്കലും നമ്മൾ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അതാണ് കൾച്ചറൽ ബാരിയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പം ആക്സെപ്റ്റൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ ബാരിയർ. ആക്സെപ്റ്റിംഗ് അതർ കൾച്ചർ വിത്ത് അവർ ഓൺ കൾച്ചർ. അതുപോലെ തന്നെ ഏറ്റവും പേജ് നമ്പർ 7 ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ്, ഇൻ അഡീഷൻ ഗോൾ മിസ്മാച്ച് ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് കോൺഫ്ലിക്റ്റിംഗ് ഇൻറ്റൻഷൻസ്, ineffective listening and impoliteness create barriers that you may encounter during oral and written communication. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന രീതി, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എഴുതുന്ന രീതി. അപ്പം ഇതിനുണ്ടാകുന്ന വേറൊരു തടസ്സം എന്ന് പറയുന്നത്, അത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് ഇൻറ്റൻഷൻസ്. അപ്പം എന്തെങ്കിലും തർക്കിക്കാൻ വേണ്ടി തന്നെ ഉള്ളവരുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയല്ല എന്ന് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്ത കുറേ മനുഷ്യന്മാരുണ്ട്. അവരാണ് കോൺഫ്ലിക്റ്റിംഗ് ഇൻറ്റൻഷൻസ്. എപ്പോഴും തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഇൻറ്റൻഷനോടുകൂടെ തർക്കിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, കോൺഫ്ലിക്ട്സ് ഉണ്ടാകാൻ ഇഷ്ടപ്പെടുന്നവർ. ഇൻഎഫക്റ്റീവ് ലിസണിങ് എന്ന് വെച്ചാൽ അവൻ പറയുന്നത് ശ്രദ്ധിക്കണ്ട, അവൻ ഞാനുമായിട്ട് ഒത്തു പോകത്തില്ല എന്താണെങ്കിൽ അത്. അതുപോലെ തന്നെ ഇംപൊളൈറ്റ്നെസ് ക്രിയേറ്റ് ബാരിയേഴ്സ്. ഇംപൊളൈറ്റ്നെസ് എന്ന് വെച്ചാൽ നന്നായിട്ട് ബിഹേവ് ചെയ്യാത്തവർ, എന്നുവെച്ചാൽ ഒരു പൊളൈറ്റ് ഇല്ലാത്ത ഒരു എന്താ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ. ഇംപൊളൈറ്റ് എന്ന് പറഞ്ഞാൽ പൊളൈറ്റ് അല്ലാത്തവർ. ഇനിയിപ്പം കൃത്യം മലയാളം പറയുകയാണെങ്കിൽ നല്ലൊരു സ്വഭാവം ഇല്ലാത്തവർ, അവരൊക്കെ എന്താ ഈ ഒരു ബാരിയർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവർ. അപ്പോൾ അടുത്തത് നോക്കുന്നത് ഹൗ ടു ഓവർകം ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ 4-5 ബാരിയേഴ്സും നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് പറയുന്നത്, എങ്ങനെ മറികടക്കാം. The solutions to overcome these barriers are not simply or easy. അതൊരു ഈസി ടാസ്ക് അല്ല. Strategies need to be adopted. Here are some strategies to overcome communication barriers. ഒന്നാമത്തെ ബാരിയർ, when faced with physical distractions, try and focus on what that person is saying and block the distracting image. അപ്പോൾ ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുക. ഫിസിക്കൽ ബാരിയർ നമ്മൾ പറഞ്ഞു, രണ്ടുപേര് അകന്നകന്ന് സംസാരിക്കുകയാണെങ്കിൽ, മാറി നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർ ഫോക്കസ് ചെയ്യണം. അവർ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് അവർ പ്രോപ്പറായിട്ട് നേരെ തന്നെ നിന്നിട്ട് സംസാരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ തിരിഞ്ഞ് നിൽക്കരുത്. അതൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ അല്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ റിസീവേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പം നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂവും കൂടെ നോക്കുക. അതുപോലെ തന്നെ അവൻ്റെ സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അവൻ എവിടെ നിന്നാണോ വളർന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിട്ട് വേണം അവനോട് സംസാരിക്കാൻ. ചുമ്മാ കയറിപ്പോയി കുറ്റവും കുറവൊന്നും പോയി പറഞ്ഞേക്കരുത്. ഈ ഒരു ചാപ്റ്ററും ഈ ഒരു ടെക്സ്റ്റ് ബുക്കും നിങ്ങൾ എന്നാണ്ട് കൊച്ചു വർത്താനം പറയുന്ന പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റും, പക്ഷെ എഴുതി പിടിപ്പിക്കാൻ നല്ല പാടാണ്. അപ്പം ജസ്റ്റ് നോക്കണം. ശരിക്കും കൃത്യമായിട്ട് ടെക്സ്റ്റ് മേടിക്കാത്തവരൊക്കെ കൃത്യം അത് മേടിച്ച് തന്നെ നോക്കണം. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ്, എൻകോഡ് യുവർ മെസ്സേജ് ഇൻ എ ലാംഗ്വേജ് ദാറ്റ് യുവർ റിസീവർ ക്യാൻ ഇൻ്റർപ്രറ്റ്. അപ്പം നമ്മൾ പറയുന്ന ആരോടാണോ, റിസീവർ ആരാണോ, അവരോട് നമ്മൾ പറയുന്ന മെസ്സേജ്, ആ ഒരു കാര്യം എൻകോഡ് ചെയ്യാൻ, കൂടുതൽ എൻകോഡ് ചെയ്യുന്ന പറഞ്ഞ ഒരു മെസ്സേജ് കൂടുതൽ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ ആ റിസീവറിന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാതെ തലയും വാലും ഇല്ലാതെ സംസാരിക്കരുത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ കൃത്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ റിസീവറിന് സാധിക്കണം. Speak and write short, simple sentences. It is more important to get the message across than prove your superiority through obscure or difficult language. Obscure എന്ന് പറഞ്ഞാൽ ഒട്ടും വ്യക്തതയില്ലാതെ വരിക, ക്ലാരിറ്റി നഷ്ടപ്പെടാതെ. എന്ന് വെച്ചാൽ ഞാൻ ശശി തരൂരിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സ്പീക്ക് ആൻഡ് റൈറ്റ് ഷോർട്ട് സിമ്പിൾ സെൻറ്റൻസസ്. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ പറയാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഒരാളെ, അപ്പം നമുക്ക് മനസ്സിലാവും. ക്ലാസ്സിലാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരാളത് വേണ്ട, ഒരാളത് പറയണ്ട, അല്ലെങ്കിൽ നേരെ ഇരിക്കുക, സാറ് പറയുന്നത് കേക്ക് എന്ന് വേറൊരാൾ ഒന്ന് നോക്കിയാൽ മതി. അപ്പം മറ്റേ ആൾക്കത് മനസ്സിലാവും. അതൊരു ഗുഡ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായത്? അപ്പോൾ സ്പീക്ക് ആൻഡ് റൈറ്റ് ഷോർട്ട് സിമ്പിൾ സെൻറ്റൻസസ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകണ്ട, ജസ്റ്റ് ഒരു നോട്ടം മതി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതി. അത് കോംപ്ലക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അത് ഒരു സുപ്പീരിയോറിറ്റി എന്ന് വെച്ചാൽ ഒരു മേധാവിത്വം കാണിക്കുന്ന ഒരു സ്ഥലമാകരുത്. പക്ഷെ ഭാഷ ചിലവർ കടികട്ടിയുള്ള ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യും. ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്.
സിമ്പിളായിട്ട് അത് ഇങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ വലിച്ചു വാരി എന്താ മറ്റേ എന്ന ഒരു ഡയലോഗില്ലേ മലയാളത്തിൽ, വിഘടനവാദികളും പ്രതിക്രിയവാദികളും പ്രഥമ ദൃഷ്ടിയിൽ അകർച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ എന്നൊരു സാധനം പറഞ്ഞിട്ടില്ല പണ്ട്. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ കാണിക്കാനുള്ളൊരു വേദിയാവരുത്. എന്നുവെച്ചാൽ ഇത്രയും വലിയ കടുകെട്ടി ലാംഗ്വേജ് യൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു വെയിറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരിക്കലും മറ്റുള്ളവരെ അറിയിക്കാൻ പോകണ്ട. സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഡു നോട്ട് സ്പീക്ക് ഓർ റൈറ്റ് വെൻ യു ഫീൽ അജിറ്റേറ്റഡ് ഓർ അപ്സെറ്റ്. ഇപ്പോൾ ദേഷ്യം വരുന്ന, അജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യം വരും. ഇപ്പം ഒരു ദേഷ്യമായിട്ടുള്ള ഒരു മൂഡിൽ ഒരിക്കലും സംസാരിക്കുകയും ചെയ്യരുത്, ഒരിക്കലും എഴുതുകയും ചെയ്യരുത്. അതുപോലെ ഒരു കോട്ടുണ്ട്, ഒരു കോട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഡു നോട്ട് ടേക്ക് ഡിസിഷൻസ് വെൻ യു ആർ ആംഗ്രി എന്ന് പറയും. ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു നിർണായക തീരുമാനം എടുക്കരുത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്. ഒരിക്കലും എഴുത്തും സംസാരവും ഒരിക്കലും ദേഷ്യം ഉള്ള സമയത്ത് അല്ലെങ്കിൽ അപ്സെറ്റ് ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ കമ്മ്യൂണിക്കേഷന് പോകരുത്. അപ്പോൾ ലാസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഹാവ് പേഷ്യൻസ് വിത്ത് കൾച്ചറൽ വേരിയേഷൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ജമ്പിങ് ടു കൺക്ലൂഷൻസ് ദാറ്റ് അബൌട്ട് ദ റെസിപ്പിയന്റ്. അപ്പം അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഹാവ് പേഷ്യൻസ്, അപ്പം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ഷമ ഉണ്ടാവണം. മറ്റുള്ളവരുടെ കൾച്ചർ എന്താണെന്ന് നമ്മൾ അറിയണം. അതുപോലെ തന്നെ ഒരു കാര്യം സംസാരിക്കാൻ, ഏതെങ്കിലും ഒരു വേദിയിൽ പോയി സംസാരിക്കാനാണെങ്കിലും ആ ഓഡിയൻസിനെ കണ്ടിട്ട് അവരെ അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. കൾച്ചറൽ വേരിയേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏജ്, ഇപ്പം നമ്മൾ പ്രായമുള്ളവർ വീട്ടിലൊക്കെ ആണെങ്കിലും പ്രായമുള്ളവരെ കയറി ബ്രോ അളിയാന്നൊന്നും പോയി വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അവർക്ക് അവരുടെ അച്ചാച്ച, അപ്പച്ച, അപ്പൂപ്പാന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അപ്പം ഒരിക്കലും പോയിട്ട് അവരെ തോളെ കൈയിട്ടിട്ട് പോയി അളിയ എന്തുകൊണ്ട് വിശേഷം എന്ന് പോയി പറയാൻ പറ്റില്ല. അപ്പം അവരെന്താണോ അത് ആ ഒരു കൾച്ചർ നമ്മൾ മനസ്സിലാക്കണം. എന്നുവെച്ചാൽ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നാണ് പച്ച മലയാളത്തിൽ പറയുന്നത്. ലാസ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഹാവ് പേഷ്യൻസ് വിത്ത് cultural variations in communication instead of jumping to conclusions about the recipient. ഒരിക്കലും പോയി നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവനവൻ എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ മുൻവിധിയോടെ കാണാതെ ഒരു പേഷ്യൻസ്, ഒരു ക്ഷമയോടെ കാര്യങ്ങൾ വീക്ഷിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ സംസാരിക്കാൻ സാധിക്കണം. അപ്പോൾ ഇതോടുകൂടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. നാളെ നമുക്ക് ടിപ്സ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് വെച്ചാൽ, ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാട്ടോ. ജസ്റ്റ് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ ശരി.